അവിടെ അപ്പുറത്തേക്ക്. ഞാൻ ഒരു ആർക്കും കുറച്ച് കൊടുക്കൂല്ലേ? എടുക്കുന്നവരെ രഹസ്യമില്ല, വള്ളക്കാരുടെ എല്ലാം നമുക്കെല്ലാം ഒറ്റ വിളിയേ ഉള്ളൂ. ഇല്ല അങ്ങനെയല്ല പറയുന്നത്. 60,000. നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് ജൂലൈ 6-ാം തീയതി ആദ്യമായിട്ട് ഓലക്കണ വന്നിട്ടുണ്ട്. സൂചിക്കണവ, ഓലക്കണവ എന്നൊക്കെ പറയുന്ന സാധനം വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു 5 കുട്ടിയുടെ ലേലം വിളി അവിടെ നടക്കുന്നുണ്ട്. അപ്പം ലേലം ചെയ്യുന്നതിന് മുൻപേ നമ്മുടെ കമ്പനിക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ആൾക്കൂട്ടത്തിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് തന്നെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വിലയൊന്നും ഇടണ്ട, കണവ വന്നതായിട്ട് കാണിച്ചോളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ വില തന്നെ ഏകദേശം 60,000 രൂപയിൽ തുടങ്ങിയിട്ടാണ് വില പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ വിലയൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ വിഴിഞ്ഞം ഡേവിൾസൺ ചേട്ടൻ്റെ വള്ളത്തിലാണ് വന്നിട്ടുള്ളത്. വിഴിഞ്ഞം ഡേവിൾസൺ ചേട്ടൻ്റെ വള്ളത്തിലാണ്. ജൂലൈ 6-ാം തീയതി, സമയം വൈകുന്നേരം 6 മണിയായിട്ടുണ്ട് കേട്ടോ. അപ്പം ഈ സീസണിൻ്റെ ആദ്യത്തെ സൂചിക്കണവാണ്. അപ്പം നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുമ്പോഴേ ഏതായാലും കടൽ പണിക്ക് പോകുന്നവർക്ക് ഉപകാരമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് ഇങ്ങനെ സൂചിക്കണവ വന്ന്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിലപ്പം വള്ളക്കാരൊക്കെ നാളെ പണിക്ക് പോകാനായിട്ട് ചാൻസ് കൂടുതലാണ് കേട്ടോ. 5 കുട്ട അവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഇവർക്ക് കണവ കിടക്കുകയാണ് വള്ളത്തിൽ. ചേർത്തെടുക്കാൻ അങ്ങോട്ടല്ലേ പോയി. നമ്മുടെ ജോസ്പെൻ്റ് വള്ളം പണിക്ക് പോയിട്ടുണ്ട്. ജോസ്പെൻ്റ് ആദ്യമായിട്ടല്ലേ ഇതിപ്പോൾ കണവ സൂചിക്കണ ഈ സീസൺ? ഫസ്റ്റ് കണവ ജോസ്പെൻ്റാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ ഒരു 5 കുട്ട ലേലം വിളിക്കുന്നുണ്ട്. ഇതിപ്പോൾ എത്ര കുട്ട വരും? 15 കുട്ട വരും. ഇതിപ്പോൾ തട്ടുമടിക്കല്ലല്ലോ, ചൂണ്ടയ്ക്കാണ്. അതായത് നമ്മുടെ ആർട്ടിഫിഷ്യൽ മീനെന്ന് പറയും കേട്ടോ, കണവ പിടിക്കാനുള്ള. എത്ര പേര് ജോസ്പെൻ്റ് ഇതിൽ പണിക്ക് വന്നത്? 6 പേരുണ്ടല്ലേ? 6 പേരുണ്ട്. നമ്മുടെ ചേട്ടന്മാരവിടെ ഉണ്ട്, പ്രതീക്ഷുണ്ട്, നമ്മുടെ അളിയുണ്ട്, റീലുണ്ട്, എല്ലാവരും. ഡേവിൾസൺ ചേട്ടൻ അതാണ്. അത് സംസാരിക്കുന്നതാണ് നമ്മുടെ ഡേവിൾസൺ ചേട്ടൻ കേട്ടോ. ഇതാണ് വള്ളത്തിൻ്റെ ഉടമസ്ഥൻ. അപ്പോൾ 6 പേരാണ് പണിക്ക് പോയിട്ടുള്ളത്. അമ്മെന്ന് വരണമെന്ന് പറഞ്ഞിട്ട് ഇടാനെന്താണ് പറയുന്നത്? അത് കോമഡിയാണ്. അപ്പോൾ അതിൻ്റെ ലേലം വിളി കഴിഞ്ഞ് ഇനി അടുത്ത് വാരി എടുക്കും കേട്ടോ. നോക്കാം നമുക്ക്. ഫോട്ടോ എടുത്തായി. ഫോട്ടോ എല്ലാം എടുത്തായല്ലേ ജോസ്പെൻ്റെ? അപ്പോൾ ഈ കണവയുടെ ഡീറ്റെയിലിൻ്റെ കൂടെ ഞാൻ വീണ്ടും ഒരു കാര്യം പറഞ്ഞു തരാമേ. അതായത് ജൂലൈ 6-ാം തീയതി രാവിലെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നേ. അതായത് 50-100 രൂപയ്ക്ക് ആൾക്കാർ എൻ്റെ വീഡിയോ കാണിച്ചു കൊടുത്തിട്ട് ബാർഗിൻ ചെയ്യുന്നത് കാരണമാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കൂടെ തന്നെ നമ്മുടെ കൂട്ടുകാർക്ക് ഒരു കാര്യം മനസ്സിലായി കാണുമല്ലോ. ഇവിടുത്തെ ലേലവിളി എടുക്കാനായിട്ട് വന്നപ്പോഴത്തേക്ക് അവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇത് കമ്പനിക്ക് എക്സ്പോർട്ടിങ് സാധനമാണ്. അപ്പോൾ ഇവിടെ റേറ്റ് പോകുന്നത് കമ്പനിക്കാർ അറിഞ്ഞു കഴിഞ്ഞാൽ വിഷയം ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ രാവിലെ ഇതേ കാര്യം തന്നെയാണ് നമ്മുടെ കൂട്ടുകാരോട് പറഞ്ഞു തന്നത്. ചില ആൾക്കാർ മനഃപൂർവ്വം നമ്മളെ വീഡിയോ ചെയ്യാതിരിക്കാനായിട്ടുള്ള വഴിയാണ് വയ്ക്കുന്നത്. കാരണം എന്തെങ്കിലും ഞാൻ രാവിലെ പറഞ്ഞതുപോലെ തന്നെയാണ്. അവർ മീൻ വാങ്ങാനായിട്ട് താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? മീൻ വാങ്ങണ്ട. നിങ്ങൾ എൻ്റെ വീഡിയോ എടുത്ത് കാണിച്ചു കൊടുത്തിട്ട് ഈ കടപ്പുറത്ത് ഉദാഹരണത്തിന് 50 രൂപയാണ് കുട്ടിച്ചൂരയ്ക്ക് പോയിട്ടുള്ളത്. നിങ്ങൾ എങ്ങനെയാണ് നമ്മുടെ കയ്യിൽ 75 രൂപയൊക്കെ ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതുവർക്ക് ഈ കച്ചവടക്കാർക്ക് വെറുതെ കിട്ടുന്നതല്ല. ഈ പറയുന്നത് പോലെ കടപ്പുറത്ത് ഈ വില ആയിരിക്കത്തില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഏകദേശം 2500-ൽ കൂടുതൽ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. എപ്പോഴെങ്കിലും എൻ്റെ വായിന്ന് ഇതുപോലുള്ള ഒരു സംസാരങ്ങൾ നമ്മുടെ കൂട്ടുകാർ കേട്ടുകയാണോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും ഞാൻ രാവിലെ വീഡിയോ ചെയ്തത് കേട്ടോ. അപ്പോൾ എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഞാൻ 2500 വീഡിയോ ചെയ്താലും ഈ വീഡിയോയുടെ ഇടയ്ക്കൊന്നും ഞാൻ ഇതുവരെയ്ക്ക് അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അത്രയും വിഴിഞ്ഞത്ത് നമുക്ക് പ്രഷറുണ്ട് കേട്ടോ. വിഴിഞ്ഞത്ത് നമുക്ക് അത്രയും എതിരികളാണ്. അതുകൊണ്ട് മാത്രം തന്നെയാണ് ഞാൻ അങ്ങനെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തത്. നമ്മുടെ കൂട്ടുകാർ ഒന്നും തെറ്റിദ്ധരിക്കേണ്ട. ഇപ്പോൾ നേരെ നിങ്ങൾ കണ്ട ഞാൻ പറഞ്ഞെന്ന കാഴ്ചയാണ്. 5 കുട്ട കണവയുടെ ലേലം വിളി അവിടെ നടത്തിയപ്പോഴത്തേക്കും അതിൻ്റെ ലേലം വിളി കാണിക്കണമെന്ന് അവർ പറഞ്ഞു. ഞാൻ ലേലം വിളി എടുത്തിട്ടില്ല. ഇത് തന്നെയാണ് രാവിലത്തെ വിഷയം കേട്ടോ.